ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ട് എങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് കുരൊക്കെ കളഞ്ഞ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുമ്പളങ്ങ ചെത്തി കുരൊക്കെ കളഞ്ഞ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. എടുക്കുകയാണ്. കുമ്പളങ്ങ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുക്കണം. ഇതും അതുപോലെ ചെയ്തെടുക്കട്ടെ. കുമ്പളങ്ങ മുഴുവനായി ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കട്ട് ചെയ്തതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് നുറുക്കിയിട്ടുള്ളത്. മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കേകി എടുക്കട്ടെ. ഇനി കുമ്പളങ്ങ നന്നായി കഴുകി എടുക്കട്ടെ. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പുളി ചേർക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉപ്പ് കുറവാകും വിചാരിച്ചിട്ടാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്, നടു കീറി വെച്ചതാണ്. ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസിൽ വെക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത് കഷ്ണത്തിൻ്റെ ഒപ്പത്തിന്. നമ്മൾ തേങ്ങ അരച്ച് പാരുമ്പോൾ കറി നീട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ വെക്കാം. കുമ്പളങ്ങ ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുകയാണ്. ഇനി കുമ്പളങ്ങയിലെ കഷ്ണങ്ങൾ വേവോളം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ല പോലെ വേവട്ടെ, അതോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ നല്ല പോലെ വേവ് റെഡി ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ ഒരു അരമുറി തേങ്ങ ചിരകി എടുക്കണം. കുമ്പളങ്ങ കഷ്ണം വേവ് റെഡിയായി വരുന്ന ടൈമിൽ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പുളി നന്നായി കുതിർന്ന് വരട്ടെ. ഇപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ല പോലെ വേവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം.
പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് 2 തിള തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. കറിയിലെ കുമ്പളങ്ങ കഷ്ണം വേവ് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഞാൻ ചിരകി എടുക്കുകയാണ്. ഉമ്മയാണ് ചിരകണത്. അരമുറി തേങ്ങ മുഴുവനായും ചിരകി എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി പുളി പിഴിഞ്ഞതും കറിവേപ്പില ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരമുറി തേങ്ങ മുഴുവനായും ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് 5 ഇല്ലി വെളുത്തുള്ളിൻ്റെ ഇല്ലി എടുത്തിട്ടുണ്ട്. 8 ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ മുഴുവനായും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഇനി അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടുതൽ ഒഴിക്കണില്ല, തേങ്ങ അരയാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നന്നായി അരച്ചെടുക്കട്ടെ. കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ തേങ്ങ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കുകയാണ്. ഇനി തേങ്ങ അരച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കറിയിൽ ഉപ്പില്ലേ എന്ന് നോക്കാം. ഉപ്പൊക്കെ റെഡിയാണ്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്താൽ പിന്നെ അധികം കറി തിളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി. ഇനി കടുക് വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കുകയാണ്. കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കുകയാണ്. ഈ ചട്ടി നന്നായി ചൂടായി വരട്ടെ. കറി കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടണം എന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്.
ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി കടുവറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി കുമ്പളങ്ങ കറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റി കുമ്പളങ്ങ മോര് കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.